നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 1 വേൾഡ് ലങ് ക്യാൻസർ ഡേ. ലങ് ക്യാൻസറിനെ പറ്റി സംസാരിക്കുവാനായി നമുക്ക് ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടേഴ്സ് നമ്മളോടൊപ്പമുണ്ട്. ഞാൻ ഡോക്ടർ സാറ ഈസോ, കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഓഫ് ദി ഓങ്കോളജി സെന്റർ. ഹലോ, ഞാൻ ഡോക്ടർ ഗീവർഗീസ് കെ മാത്യു, കാർഡിയോതൊറാസിക് സർജനും മെഡിക്കൽ സൂപ്രണ്ടുമാണ്. ലങ് ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? പ്രാരംഭഘട്ടത്തിൽ ലങ് ക്യാൻസറിന് ഒരുപക്ഷെ രോഗലക്ഷണങ്ങളൊന്നും കണ്ടു എന്ന് തന്നെ വരികയില്ല. രോഗം കുറച്ചുകൂടെ മൂർച്ഛിക്കുമ്പോൾ ട്യൂമർ വലുതാകുന്ന സമയത്ത് ചുമ, വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടല്, ശരീരം ക്ഷീണിക്കുക, രക്തത്തിൽ കഫത്തിൽ രക്തമുണ്ടാകുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരാം. ഈ രോഗം ഏതെങ്കിലും മറ്റ് അവയവങ്ങളിലേക്ക് ബാധിക്കുകയാണെങ്കിൽ ആ അവയവങ്ങൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ബോണിലേക്ക് ബാധിക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തുള്ള എല്ലുകൾക്ക് വേദന ഉണ്ടാകാം. തലച്ചോറിലേക്ക് ബാധിക്കുകയാണെങ്കിൽ ഓർമ്മക്കുറവ്, തലവേദന, സീഷേഴ്സ്, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം. മാം, ഏതൊക്കെ ടെസ്റ്റുകളിലൂടെയാണ് ലങ് ക്യാൻസർ കണ്ടുപിടിക്കുന്നത്? ശ്വാസകോശത്തിന്റെ അല്ലെങ്കിൽ ലങ്സിന്റെ എക്സ്റേസ് അല്ലെങ്കിൽ സ്കാൻ വഴിയാണ് ലങ് ക്യാൻസർ സാധാരണയായി കണ്ടുപിടിക്കുന്നത്. ഒരുപക്ഷെ മറ്റേതെങ്കിലും അസുഖത്തിന് വേണ്ടി ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഒരു എക്സ്റേ ചെയ്യുമ്പോൾ എക്സ്റേയിൽ ഒരു മുഴ പോലെ കാണുകയാണെങ്കിൽ അതൊരു പക്ഷേ ലങ് ക്യാൻസറിന്റെ ലക്ഷണമായി കണ്ടേക്കാം. കൂടാതെ സ്മോക്കേഴ്സിന് സ്ക്രീനിങ് വഴി ലങ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതും ഒരു CT സ്കാൻ വഴിയാണ്. സോ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മുഴകളെ അത് ക്യാൻസർ ആണോ എന്ന് തീർച്ചപ്പെടുത്തുവാൻ വേണ്ടി അതിൻ്റെ ബയോപ്സി എടുക്കേണ്ടതുണ്ട്. സോ ബ്രോങ്കോസ്കോപ്പി വഴി ബയോപ്സി ചെയ്യാം. അതായത് ശ്വാസനാളത്തിലൂടെ ഒരു ട്യൂബ് കടത്തിയിട്ട് ഈ മുഴകൾക്ക് നേരിട്ട് ബയോപ്സി ചെയ്യാം. അല്ലെങ്കിൽ CT സ്കാൻ വഴി ഒരു നീഡിൽ ഉപയോഗിച്ച് പുറമേ നിന്ന് ബയോപ്സി എടുക്കാം. ബയോപ്സി വഴി മാത്രമേ ഈ മുഴകൾ ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ സ്റ്റേജിങ്ങിന് വേണ്ടി PET സ്കാൻ, PET സ്കാൻ എന്ന പേരുള്ള ഒരു സ്കാൻ കൂടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്കാനുകൾ കൊണ്ടും എക്സ്റേ കൊണ്ടുമാണ് കൃത്യമായി ലങ് ക്യാൻസർ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് ലങ് ക്യാൻസറിനുള്ളത്? സർജറി, റേഡിയേഷൻ, കീമോതെറാപ്പി എന്നീ 3 തരം ചികിത്സകൾ ലങ് ക്യാൻസറിന് വേണ്ടി വരാറുണ്ട്. സർജറി കൊണ്ടാണ് ലങ് ക്യാൻസർ ഏറ്റവും അധികം ക്യൂർ ചെയ്യാനുള്ള സാധ്യത. പക്ഷെ പലപ്പോഴും രോഗം നിർണ്ണയിച്ചു വരുമ്പോഴേക്ക് സർജറി ചെയ്യാനുള്ള സാധ്യത കുറയുന്നു. സർജറിക്ക് മുൻപായും അതിനുശേഷവും കീമോതെറാപ്പി ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്. കീമോതെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ക്യാൻസർ സെല്ലുകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന മരുന്നുകൾ ഞരമ്പിലൂടെ കടത്തിവിട്ട് ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ക്യാൻസർ കോശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കുന്ന രീതിയാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അതുകൂടാതെ സ്റ്റേജ് അനുസരിച്ച് ചില ആളുകൾ റേഡിയേഷൻ ഒക്കെ വേണ്ടിവരും. ഇപ്പോൾ പുതുതായിട്ട് ലങ് ക്യാൻസർ രോഗികൾക്ക് ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നീ ചികിത്സാ രീതികൾ ഉപയോഗിക്കാറുണ്ട്. ക്യാൻസർ കോശങ്ങളുടെ സർഫസിലുള്ള പ്രോട്ടീനുകളെ ടാർഗറ്റ് ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിച്ച് ക്യാൻസർ നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുന്നത്. അതുപോലെ ഇമ്മ്യൂണോതെറാപ്പിയും ലങ് ക്യാൻസർ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ചികിത്സാ രീതിയാണ്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് അവ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന രീതിയാണ് ഇമ്മ്യൂണോതെറാപ്പി. ഈ 2 രീതികളുമാണ് ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സർജറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ പല ആളുകളും ഈ രോഗം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും സർജറി ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു. സർ, ലങ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ സർജറിയുടെ പ്രസക്തി എന്തൊക്കെയാണ്? നമ്മളെ പൊതുവെ എല്ലാ ക്യാൻസറുകളിലും ഇന്ന് മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റാണ്. അത് വിവിധ ചികിത്സാ രീതികൾ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലങ് ക്യാൻസറിലും. സർജറിക്കും മറ്റ് ചികിത്സാ രീതികളെ പോലെ തന്നെ വളരെ അധികം പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ചും ഒരു പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് സർജറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് സർജറിയുടെ പ്രസക്തി നമ്മൾ തീർത്തും മനസ്സിലാക്കുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, ഏർലി സ്റ്റേജ് ട്യൂമറുകളിൽ നമ്മൾ സർജറി ചെയ്യുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായിട്ട് രോഗം ക്യൂർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ ചെയ്യുന്നത് മറ്റ് ക്യാൻസറുകൾ എന്ന പോലെ തന്നെ രോഗം വന്ന ഭാഗം മുറിച്ച് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് സാധാരണ ലങ്സിൽ ചെയ്യുന്നത് ലോബെക്ടമി എന്ന് പറയും. നമ്മുടെ ശ്വാസകോശം വലതുവശത്ത് 3 ലോബുകളും ഇടതുവശത്ത് 2 ലോബുകളുമാണുള്ളത്. അപ്പോൾ രോഗം വന്ന ഭാഗത്തെ ആ ലോബാണ് മുറിച്ച് മാറ്റുന്നത്. ലോബെക്ടമി എന്നുള്ള സർജറിയാണ് സാധാരണയായി നമ്മൾ ലങ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെയ്യുന്നത്. സർ, എല്ലാ ലങ് ക്യാൻസർ പേഷ്യൻസിനെയും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ലങ് ക്യാൻസറിൽ പേഷ്യൻസിന് ആർക്കാണ് ഓപ്പറേഷൻ സർജറി ആവശ്യമാണെന്നുള്ളത് പല കാര്യങ്ങളെ നോക്കിയാണ് തീരുമാനിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഏത് ഘട്ടത്തിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നുള്ളതാണ്.
സർജറി മൂലം പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നത് ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സാണ്. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2 ക്യാൻസേഴ്സാണ് സാധാരണഗതിയിൽ നമ്മൾ സർജറി മൂലം ക്യൂർ ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ തന്നെ ഒരു ലങ് റിസെക്ഷൻ അഥവാ ലോബെക്ടമിയോ അതുപോലെയുള്ള ലങ്സ് മുറിച്ച് മാറ്റുന്ന റിസെക്ഷൻസ് ഒരു പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിൻ്റെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനവും ലങ് ഫങ്ഷനും ഒക്കെ അസസ് ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കാനൊക്കത്തുള്ളൂ. അപ്പം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഏത് ഘട്ടത്തിലാണ് ക്യാൻസർ കണ്ടുപിടിക്കുന്നുള്ളതും, രണ്ടാമത്തെ കാര്യം ഇങ്ങനെയുള്ളൊരു ശസ്ത്രക്രിയ താങ്ങാനുള്ള ഫിറ്റ്നസ് പേഷ്യൻ്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അതനുസരിച്ചാണ് നമ്മൾ പേഷ്യൻ്റെ സർജറി സാധ്യമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സർ, ലങ് ക്യാൻസർ സർജറി കീഹോൾ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? കീഹോൾ രീതിയിലും സർജറി ചെയ്യാൻ സാധിക്കും. സാധാരണയായി നമ്മൾ കൺവെൻഷനലി ലങ് റിസെക്ഷൻസ് അഥവാ ലൂബെക്ടമി തുടർന്നുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത് തുറക്കോട്ടമി, അതായത് നെഞ്ച് തുറന്ന ഓപ്പറേഷൻ ചെയ്യുന്നതിലൂടെയാണ്. അതിനുള്ള ഒരു ഓൾട്ടർനേറ്റീവാണ് വാറ്റ്സ് അഥവാ വീഡിയോ അസിസ്റ്റഡ് തൊറക്കോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. അത് നമ്മൾ വീഡിയോ ക്യാമറയുടെ സഹായത്തോടുകൂടി ചെറിയ മുറിവുകളിലൂടെ ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് വാറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പല ശ്വാസകോശത്തിൻ്റെ പല ഓപ്പറേഷൻസിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ലങ് ക്യാൻസർ സർജറിയിലും ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ലോബെക്ടമി, ലോബ് മുറിച്ച് മാറ്റുന്നത്, അതുപോലെയുള്ള മറ്റ് ഓപ്പറേഷൻസും എല്ലാം തന്നെ വാറ്റ്സിൽ കൂടെ ചെയ്യാൻ സാധിക്കും. വാറ്റ്സിൽ കൂടെ ചെയ്യുന്നതിന് അതിൻ്റെ നേട്ടമെന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി, പെയിൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇത് മറ്റ് കൺവെൻഷണൽ രീതിയിൽ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചമായിരിക്കും. വളരെയധികം പഠനങ്ങളിലൂടെ ഇതിന് ഓവറോൾ ഔട്ട്കം, ഓപ്പറേഷൻ്റെ ഔട്ട്കം, റിക്കവറിയും എത്ര പെട്ടെന്ന് തിരിച്ച് നമ്മൾ നോർമൽ ആക്ടിവിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കീഹോൾ അഥവാ വാറ്റ്സ് ഓപ്പറേഷനിലൂടെ കൺവെൻഷണൽ ഓപ്പറേഷനേക്കാളും നല്ലതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് സൂട്ടബിളായിട്ടുള്ള ട്യൂമർ, വളരെ വലിയ ട്യൂമറുകളിലും പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിലും വാറ്റ്സ് ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിരിക്കാം. എന്നാലും മജോറിറ്റി ലങ് ക്യാൻസർ സർജറീസ് ഇന്ന് നമ്മൾ വാറ്റ്സിൽ കൂടെ അഥവാ വീഡിയോ അസിസ്റ്റഡ് തൊറക്കോസ്കോപ്പിക് സർജറിയിലൂടെ ചെയ്യാൻ സാധിക്കും. സർ, ലങ് ക്യാൻസർ സർജറി ചെയ്ത പേഷ്യൻസിന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുമോ? നമ്മൾ ലങ് ക്യാൻസർ സർജറി അഥവാ ലങ് ക്യാൻസറിന് ശസ്ത്രക്രിയ പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ ബേസ് ലൈൻ ലങ് ഫങ്ഷൻ, ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ നമ്മൾ ഓപ്പറേഷൻ മുമ്പായിട്ട് തന്നെ അത് ടെസ്റ്റുകൾ വഴി, ഇപ്പം ലങ് ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ വഴി നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മളെ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടാകുന്ന ലങ് ഫങ്ഷൻ നമുക്ക് ചില ഫോർമുല ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ഒരു വ്യക്തിയിൽ ഒരു ലോബോ അല്ലെങ്കിൽ ഒന്നിലധികം ലോബോ മുറിച്ച് മാറ്റിയാൽ ബാക്കി ഉണ്ടാകുന്ന ലങ് ഫങ്ഷൻ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ലങ് ഫങ്ഷൻ നമ്മളെ ജീവിക്കാൻ കഴിയുന്നത്രയും ലങ്സ് ബാക്കിയുള്ളവരിൽ മാത്രമാണ് സാധാരണ നമ്മൾ ലങ് ക്യാൻസർ സർജറി, ലോബെക്ടമി പോലുള്ള സർജറികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് സാധാരണ ആ ഒരു ഇനീഷ്യൽ റിക്കവറി പീരീഡ് കഴിഞ്ഞാൽ റീസണബിളി നോർമലായിട്ടുള്ള ഒരു ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ സാധിക്കും. അവരുടെ ചെയ്യാവുന്ന കാര്യങ്ങൾക്ക് അല്പസ്വല്പം റെസ്ട്രിക്ഷൻസ് കാണും, പക്ഷേ എന്നാലും നോർമൽ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. എന്നാൽ നേരത്തെ ഡോക്ടർ സാറ പറഞ്ഞ പോലെ ഇതിനകത്ത് ചിലർക്കെങ്കിലും തുടർന്നുള്ള ചികിത്സ ആവശ്യമായി വരും. ചിലർക്ക് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉള്ള പെത്തോളജി റിപ്പോർട്ടിലായിരിക്കാം അവർക്ക് നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ അസുഖം ഉണ്ടെന്നും അവരുടെ ലിംഫ് നോഡ്സിലേക്കും മറ്റ് അവയവങ്ങളിലേക്കും ഒക്കെ ക്യാൻസർ പടർന്നിട്ടുണ്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്ക് തുടർന്ന് കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി മുതലായ നേരത്തെ പറഞ്ഞ പോലുള്ള ചികിത്സാ രീതികൾ ആവശ്യമായി വരാം. അത് അവരുടെ റിക്കവറിയെ അഫക്റ്റ് ചെയ്യുന്നിരിക്കാം. എന്നാൽ പൊതുവേ നമ്മൾ പ്ലാൻഡ് ലങ് ക്യാൻസർ ഓപ്പറേഷൻസിൽ നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും. ലങ് ക്യാൻസറിൻ്റെ അഡ്വാൻസ് സ്റ്റേജിൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണോ ചെയ്യാൻ കഴിയും? അഡ്വാൻസ് സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ഒരു സർജറി കൊണ്ട് മുറിച്ച് മാറ്റാനുള്ള സാധ്യത കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് രോഗം പരിപൂർണമായി ഭേദമാക്കാനുള്ള ചാൻസും കുറയും. പക്ഷേ ഈ രോഗത്തെ ചികിത്സിക്കാനും അതിൻ്റെ ലക്ഷണങ്ങൾ ഇല്ലാതാക്കാനും അവർക്ക് സിംറ്റംസ് ഇംപ്രൂവ് ചെയ്യാനുമുള്ള ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ പ്രധാനപ്പെട്ടത് കീമോതെറാപ്പിയാണ്. കീമോതെറാപ്പി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 2 നൂറ്റാണ്ട് കൊണ്ട് ലങ് ക്യാൻസർ കീമോതെറാപ്പിയിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി വന്നിട്ടുണ്ട്.
പ്രത്യേകിച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ടാർഗറ്റഡ് ഏജൻസ് ഈ ക്യാൻസർ റിസപ്റ്റേഴ്സിൻ്റെ ക്യാൻസർ കോശങ്ങളുടെ പ്രതലത്തിലുള്ള റിസപ്റ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന ചികിത്സകൾ അത് അഡ്വാൻസ് സ്റ്റേജിൽ ഉപയോഗിക്കാറുണ്ട്. ഇമ്മ്യൂണോതെറാപ്പി ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ നമുക്ക് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലുമുള്ള ക്യാൻസർ സെൽസിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിലുള്ള ചികിത്സകളാണ് അഡ്വാൻസ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത്. സർ, അഡ്വാൻസ് സ്റ്റേജിലെ ലങ് സർജറിക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഡോക്ടർ സാറ പറഞ്ഞതുപോലെ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പലപ്പോഴും പറയുന്നത് മറ്റു ഭാഗങ്ങളിലേക്ക് ക്യാൻസർ വ്യാപിച്ച ശേഷമുള്ളതാണ്. എന്നാൽ ചിലപ്പോൾ നമ്മൾ ഈ വലിയ ട്യൂമർ തന്നെ മറ്റ് വൈറ്റൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ അതിലേക്ക് അതിനോട് ചേർന്നിരിക്കുന്നതും അതിനെ ബാധിച്ചിരിക്കുന്നതുമായ ട്യൂമറുകൾ പലപ്പോഴും നമുക്ക് വളരെ അഗ്രസീവായിട്ട് സർജറിയിലൂടെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യാൻ സാധിക്കാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഭാഗത്തെ ലങ്സ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്ന ഓപ്പറേഷൻ ന്യൂമോണക്ടമി, ഇത് ചില വലിയ ട്യൂമേഴ്സിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹാർട്ടുമായിട്ടും മീഡിയാസ്റ്റൈനുമായിട്ടും ഒക്കെ ചേർന്നിരിക്കുന്ന ട്യൂമറിൽ അത് ചിലപ്പോൾ സാധ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ മറുവശത്തെ ലങ്സിന് നോർമൽ ഫങ്ഷന് ഇങ്ങനെയുള്ള ഒരു ഭാഗത്തെ ലങ്സ് പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുന്നത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻറ്റിൽ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഈ മറ്റ് ഏർലി സ്റ്റേജ് പോലെ ഒരു ക്യൂർ ചെയ്യാനുള്ള ഉദ്ദേശത്തോടുള്ള സർജറിയുള്ള സാധ്യത അഡ്വാൻസ് സ്റ്റേജിൽ കുറവാണ്. എന്നാൽ ഇന്ന് ഈ കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ വളരെയധികം പുരോഗമിച്ചുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ചില കേസുകൾ ചില പേഷ്യൻസിൽ നമുക്ക് ഡൗൺ സ്റ്റേജ് ചെയ്യാൻ സാധിക്കും. ഈ ട്യൂമറുകളെ നമ്മൾ കീമോതെറാപ്പിയും റേഡിയോതെറാപ്പിയും മറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ കാഠിന്യം കുറച്ചിട്ട് അതിന് ഒരു മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സർജറി ഓഫർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ മൂന്നാമതൊരു കാര്യമുള്ളത്, ചിലപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ലങ് ക്യാൻസറിൻ്റെ അഡ്വാൻസ് ഡിസീസ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരമായിട്ട് ചിലപ്പോൾ സർജറി ഓഫർ ചെയ്യാം. അതിന് ഉദാഹരണമായിട്ട് ചിലപ്പോൾ ഈ പ്ലൂറൽ എഫ്യൂഷൻ, ലങ്സിൽ ചുറ്റും വെള്ളം കെട്ടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വീണ്ടും ഇത് ഇങ്ങനെ പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടായി അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാനായിട്ട് നമുക്ക് പ്ലൂറോഡെസിസ് എന്നുള്ള പ്രൊസീജിയർ, ഈ ടാൽക്കും അങ്ങനെയുള്ള ടാൽക്ക് പ്ലൂറൽ ക്യാവിറ്റിയിൽ ഇട്ട ശേഷം ഈ ലങ്സ് ചെസ്റ്റ് വോളുമായിട്ട് ഒട്ടാൻ സഹായിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികൾ സർജറിയിലൂടെ, അതിനും വീഡിയോ അസിസ്റ്റഡ് തൊറാക്സോസ്കോപ്പി സർജറിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചില പേഷ്യൻസിൽ മറ്റ് അവയവങ്ങളിലേക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് വളരെ ലിമിറ്റഡ് രീതിയിലാണ് ബാധിച്ചിരിക്കുന്നതെങ്കിൽ ബാധിച്ചിരിക്കുന്ന ട്യൂമറുകളെ, സെക്കൻഡറീസിനെ നമുക്ക് സർജറിയിലൂടെ മുറിച്ച് മാറ്റിയ ശേഷം ലങ് ക്യാൻസറിനും സർജറി ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പേഷ്യൻറ്റിൻ്റെയും ആ സ്പെസിഫിക് ആയിട്ടുള്ള കണ്ടീഷൻ മനസ്സിലാക്കി ചില ഘട്ടങ്ങളിൽ അഡ്വാൻസ് സ്റ്റേജിലും സർജറിക്ക് അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ഈ വേൾഡ് ലങ് ക്യാൻസർ ഡേയ്ക്ക് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാനുള്ളത്? ഈ മാരകമായ ക്യാൻസർ തടയുക എന്നതാണ് ഈ ലങ് ക്യാൻസർ ഡേയിൽ നൽകാനുള്ള സന്ദേശം. 90% ലങ് ക്യാൻസർ രോഗികളിലും സ്മോക്കിംഗ് ഒരു പ്രധാന ഘടകമാണ്. സ്മോക്കിങ്ങിലുള്ള പല കാഴ്സിനോജൻസും ലങ് ക്യാൻസർ ഉണ്ടാകുവാൻ സഹായിക്കുന്നു. അതുകൊണ്ട് സ്മോക്കിംഗ് പരിപൂർണമായി നിർത്തിയാൽ ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നു. സ്മോക്കിംഗ് നിർത്തുക, നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും സ്മോക്കേഴ്സ് ആണെങ്കിൽ അവരെ ഈ ഹാബിറ്റ് നിർത്തുവാൻ സഹായിക്കുക. അങ്ങനെ അതിലൂടെ ഭാവിയിൽ ലങ് ക്യാൻസർ ഉണ്ടാകുന്നവരുടെ എണ്ണം കുറയ്ക്കുക. അതാണ് ഈ ലങ് ക്യാൻസർ ഡേയിൽ എനിക്ക് നൽകാനുള്ള സന്ദേശം. സർ, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം വ്യക്തമായത്, ലങ് ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെയും അത് നേരത്തെ കണ്ടെത്തുകയാണെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് വ്യക്തമായത്. അതുകൊണ്ട് ലങ് ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ് മറ്റൊരു സന്ദേശം നമുക്ക് കൊടുക്കാനുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോലെ ഒരു സ്ക്രീനിങ് പ്രോഗ്രാം പലപ്പോഴും നമ്മുടെ ഇടയിൽ ഇല്ല. അങ്ങനെയുള്ള സ്ക്രീനിങ് പ്രോഗ്രാം ലങ് ക്യാൻസർ നേരത്തെ സ്റ്റേജ് 1-ലും സ്റ്റേജ് 2-ലും കണ്ടെത്തക്ക രീതിയിലുള്ള സ്ക്രീനിങ് പ്രോഗ്രാംസ്, അത് CT സ്കാനിലൂടെ ആകാം, മറ്റ് CT സ്കാനിലൂടെ സ്ക്രീൻ ചെയ്ത് കണ്ടെത്താനുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യുക. അതിനുവേണ്ടി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമുക്കിത് ഈ ലങ് ക്യാൻസർ ഡേയിൽ പറയാനുള്ളത്. ഇത്രയും വിശദമായി ലങ് ക്യാൻസറിനെ പറ്റി സംസാരിച്ച ഡോക്ടർ സാറ മാമിനും ഡോക്ടർ ഗിവർഗി സാറിനും നന്ദി.